പരമശിവനും പാർവതീദേവിയും ഒരിക്കൽ കൈലാസത്തിൽ ഏകാന്തമായി സംസാരിക്കുകയായിരുന്നു. അങ്ങേയറ്റം ഗൗരവമുള്ളതും ലോകനന്മയെ ബാധിക്കുന്നതുമായ ഒരു കാര്യമാണ് അവർ ചർച്ച ചെയ്തിരുന്നത്. മറ്റാരും ഈ സംഭാഷണം കേൾക്കരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നതിനാൽ തൻ്റെ ഏറ്റവും വിശ്വസ്തനായ വാഹനവും ഭക്തനുമായ നന്ദികേശനെ അവർ കാവൽ നിർത്തി. ആരെയും അകത്തേക്ക് കടത്തിവിടരുത്, ഞങ്ങളുടെ സംഭാഷണം ആരും കേൾക്കാനും പാടില്ല എന്നായിരുന്നു ശിവന്റെ നിർദ്ദേശം. കാവൽ നിൽക്കുന്നതിനിടയിൽ നന്ദിക്ക് ഒരു കാര്യം തോന്നി. ഭഗവാന്റെ വാക്കുകൾ അത്രമേൽ പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് താൻ പോലും കേൾക്കാൻ പാടില്ല. അത് സ്വാമിക്ക് തന്നിലുള്ള വിശ്വാസത്തിന് വിരുദ്ധമാകും. അതിനാൽ നന്ദി തൻ്റെ ശ്രദ്ധ മുഴുവൻ പുറം ലോകത്തേക്ക് തിരിച്ചു. എന്നാൽ ഈ സമയത്താണ് ദേവലോകത്ത് വലിയൊരു പ്രശ്നമുണ്ടായത്. ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവന്മാർക്ക് ഭഗവാന്റെ സഹായം അത്യാവശ്യമായി വന്നു. അവർ ഓടി കൈലാസത്തിലെത്തി. ശിവനും പാർവതിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് നന്ദി അവരെ തടഞ്ഞു. പക്ഷേ ദേവന്മാരുടെ സങ്കടം കണ്ടപ്പോൾ നന്ദിക്ക് സഹിക്കാനായില്ല. ഭഗവാനോട് ഇതെങ്ങനെ പറയുമെന്ന് നന്ദി ആലോചിച്ചു. ഒടുവിൽ ഭഗവാൻ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ഒരു ഉപായം കണ്ടെത്തി. നന്ദി തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളും ദേവന്മാരുടെ ആവശ്യങ്ങളും ഭഗവാനിലേക്ക് മൗനമായി കൈമാറി. ഈ അചഞ്ചലമായ ഭക്തിയും വിശ്വസ്തതയും കണ്ട ശിവൻ നന്ദിയെ അനുഗ്രഹിച്ചു. ഇനി മുതൽ എൻ്റെ ഭക്തർക്ക് അവരുടെ സങ്കടങ്ങൾ നേരിട്ട് എന്നോട് പറയാൻ മടിയാണെങ്കിൽ അത് നിന്റെ ചെവിയിൽ പറഞ്ഞാൽ മതി. നീ അത് എന്നെ അറിയിച്ചോളൂ. നിന്റെ ചെവിയിൽ ഭക്തർ പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരിട്ട് കേൾക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് ഭഗവാൻ അരുളി ചെയ്തു. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നന്ദിയോട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ചെവി പൊത്തിപ്പിടിക്കുന്നത്? നമ്മൾ നന്ദിയുടെ വലത് ചെവിയിൽ കാര്യം പറയുമ്പോൾ ഇടത് കൈകൊണ്ട് ഇടത് ചെവി പൊത്തിപ്പിടിക്കണം എന്നാണ് വിശ്വാസം. ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. നന്ദിയുടെ ഒരു ചെവിയിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു ചെവിയിലൂടെ പുറത്തു പോകാതെ അത് നേരിട്ട് നന്ദിയുടെ ഹൃദയത്തിലേക്കും അവിടെ നിന്ന് ഭഗവാനിലേക്കും എത്തണം എന്ന സങ്കല്പമാണിത്. അതായത് നമ്മൾ പറയുന്നത് ഒരു രഹസ്യം പോലെ ഭഗവാനിലേക്ക് മാത്രം എത്തുന്നു. അതുപോലെ ശിവരാത്രിയുടെ അന്ന് നന്ദിയുടെ ചെവിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ ഇരട്ടി ഫലം നൽകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു.